ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് ട്യൂട്ടോറിയലിൻ്റെ 6ാമത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലാപ്ടോപ്പിലെ കുറച്ച് കമ്പോണൻസ്, മോസ്ഫെറ്റ്, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടർ കോയിൽ, ഇങ്ങനെയുള്ള കമ്പോണൻസൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മാക്സിമം എക്സ്പീരിയൻസ് നിന്നുകൊണ്ടായിരിക്കും കാര്യങ്ങൾ പറയാമെന്നുള്ളത്. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വീഡിയോ കുറച്ച് വലിച്ചു നീട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വലിച്ചു നീട്ടിയ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടാത്തവരോ അല്ലെങ്കിൽ സമയമില്ലാത്തവരോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ തുടങ്ങാം. ഓക്കെ? അല്ല, എനിക്ക് ഈ എക്സ്പീരിയൻസ് അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് കാണുക, ഒറ്റ ഭാഗം വിട്ടുപോകാതെ കാണാൻ ശ്രദ്ധിക്കുക. ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരും കാണാൻ താല്പര്യമുള്ളവരും വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക. എന്നാൽ മാത്രമേ എനിക്കിത് മനസ്സിലാവുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടോ, മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കതിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പറ്റുന്നവരൊക്കെ മാക്സിമം കമൻറ്റ് ചെയ്യുക, എന്താണ് വേണ്ടതെന്നോ, നന്നായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം പറ്റുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ, ലാപ്ടോപ്പ് ടെക്നീഷ്യൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള മിക്ക സർവീസ് സെൻ്ററും ഈ ആപ്പിൾ മുതൽ തോഷിബ, ലിനോവോ, LGയോ, സോണിയോ ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന പലരുമായിട്ട് പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും ഇതേപോലെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയും, ലോകത്തെവിടെയും ഈ വാറണ്ടി വരുന്ന ബോർഡ് നമ്മളെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിപ്പയർ ചെയ്യുന്നില്ല, എവിടെയും റിപ്പയർ ചെയ്യുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ബോർഡ് വാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഡാമേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ ലാബിലേക്ക് അല്ലെങ്കിൽ അവരെ ഫാക്ടറിയിലേക്ക് അയക്കുകയാണ്. അത് ചൈനയിലോ അല്ലെങ്കിൽ തായ്വാനോ ഉള്ള അവർ ഫാക്ടറിയിലേക്ക് തിരിച്ചയക്കുക ചെയ്യുന്നത്. പകരം അവർ പുതിയ ബോർഡ് റീപ്ലേസ് ചെയ്യും. ഇനി വാറണ്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ 1 ഇയർ 2 ഇയർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പുതിയ മദർ ബോർഡ് നമ്മൾ ക്യാഷ് കൊടുത്ത് പേ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കംപ്ലയിൻസ് ആണെങ്കിൽ പോലും അവിടെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം എവിടെയില്ല. അവരുടെ ആകെയുള്ള പരിപാടി ബോർഡ് റിപ്ലേസ് ചെയ്യാമെന്ന് മാത്രം. പവർ ജാക്ക് പോലെ എന്തെങ്കിലും, ഹെഡ്ഫോൺ ജാക്ക് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീപ്ലേസ് ചെയ്ത് തരും. അതല്ലാതെ ബോർഡിൽ എന്തെങ്കിലും വോൾട്ടേജ് മിസ്സിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ബോർഡ് വാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന HP-ലേക്കും തോഷിബയിലും അവരെ ഫാക്ടറിയിലേക്ക് അയച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് ഓൾറെഡി ബോർഡ് സ്പെയർ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ബോർഡ് അയച്ചു കൊടുക്കും, അത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ വാറണ്ടി കഴിഞ്ഞ ഒരു ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്നുണ്ടെങ്കിൽ ഒരു മദർ ബോർഡ് മാറ്റുമ്പോൾ ഏകദേശം 20,000 25,000 ഇന്ത്യൻ റുപ്യ, അല്ലെങ്കിൽ ദുബായിലോ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2,000-2,500 റിയാൽ വരും ഓരോ മദർ ബോർഡ് റീപ്ലേസ് ചെയ്യുമ്പോൾ. ഏകദേശം ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിൻ്റെ 3/4 ഭാഗം ക്യാഷ് അതിന് വേണ്ടി വരും. ഇവിടെയാണ് ഒരു ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ വാല്യൂ. ഈ ബോർഡ് ചിലപ്പോൾ ചെറിയ കംപ്ലൈൻ്റ് ആയിരിക്കും. ഈ ബോർഡ് ഈ 25,000 പറഞ്ഞ അല്ലെങ്കിൽ 2,500 റിയാലൊക്കെ 30,000 രൂപയൊക്കെ പറഞ്ഞ മദർ ബോർഡ് ഒരു ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ കയ്യിൽ കിട്ടിയാൽ ജസ്റ്റ് 1 മണിക്കൂർ 1/2 മണിക്കൂർ കൊണ്ട് അവന് 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 റിയാൽ 200 റിയാലിന് റിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ വാല്യൂ അത്രയും വലിയൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ വാല്യൂ കുറഞ്ഞു വരികയാണ്, കാരണം ലാപ്ടോപ്പ് യൂസേജ് കുറഞ്ഞോടുകൂടി. എന്നാൽ പോലും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ലാപ്ടോപ്പ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞത് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം മദർ ബോർഡ് മാറ്റാൻ അത്രയും ക്യാഷ് വരും. അതേസമയത്ത് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് റിപ്പയർ ചെയ്ത് കിട്ടും. ഇനി ഈ വീഡിയോ കാണുന്ന പലരും ഒരു പക്ഷേ ഈ TV റിപ്പയറിങ് ചെയ്യുന്നവരുണ്ടാവും, സ്റ്റീരിയോ
ഇലക്ട്രോണിക്സ് ഡിവൈസ് മൊബൈൽ റിപ്പയറിങ് ഇത് കമൻറ്റ് ചെയ്ത പലരുണ്ട്. മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരൊക്കെ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും. അല്ലാതെ ഇതിൽ കമൻറ്റ് ചെയ്ത കുറച്ച് ആൾക്കാർ സ്റ്റുഡൻസാണ്, പുതിയതായിട്ട് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ളവർ എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ തിയറിക്കലായിട്ട് അല്ലെങ്കിൽ തിയറിക്കൽ രീതിയിൽ ഒരു ബോർഡ്, ഇപ്പോൾ ഒരു സ്റ്റീരിയോ ബോർഡാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതുപോലുള്ളൊരു സ്റ്റീരിയോ സിസ്റ്റം, ഡെക്ക് സിസ്റ്റം, സി ഡി സിസ്റ്റം ഒക്കെ എന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് സെക്ഷൻ ഉണ്ടാവും. ലാസ്റ്റ് സ്പീക്കർ, പവർ ആംപ്ലിഫയർ, പ്രീ ആംപ്ലിഫയർ, ഇക്വലൈസർ ബോർഡ്, പിന്നെ ഹെഡ്, ഇങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി യഥാർത്ഥ രീതിയിൽ പറയുന്നത്, ഇപ്പോൾ ഒരു സൗണ്ട് വരുന്നില്ല സ്പീക്കറിലെന്നുണ്ടെങ്കിൽ ഈ പവർ ആംപ്ലിഫയറിൽ ഇത്രയും പിന്നുണ്ടാവും. ഒരു ഐ സിക്കാണത് 20-30 പിന്നൊക്കെ ഉള്ള 18, 20, 30 പിന്ന്. ഈ ഓരോ പിന്നിലും ഡിഫറെൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. ഈ ഓരോ പിന്നിലെയും വോൾട്ടേജ് ചെക്ക് ചെയ്യണം എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് പിന്നിൽ ഓരോ ഫീഡ്ബാക്ക് പിന്നിൽ ഓരോ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണത്. അപ്പോൾ അവിടെയൊക്കെ പറയുന്ന യഥാർത്ഥ രീതി ഇങ്ങനെയാണ്. അത് ഏത് ഡിവൈസ് ആണെങ്കിലും ഓരോ പിന്നിനെ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ടാണ് അത് വർക്കിംഗ് ആണോ പെർഫെക്റ്റ് ആണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റീരിയോയിലെ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുന്ന ഒരുപാട് സമയം എടുക്കും. എന്നാൽ തന്നെ അത് ഉറപ്പില്ല അത് കറക്റ്റാണല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ വരണം. അപ്പോൾ ഒരുപാട് സമയം എടുക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ചിലപ്പോൾ ഫ്രീക്വൻസി ഒക്കെ സിഗ്നലൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ഓസിലോസ്കോപ്പ് വേണം. അപ്പോൾ ഇതിലിപ്പോൾ ലാപ്ടോപ്പ് പഠിക്കാൻ വരുന്ന പലരുടെ കയ്യിലും ഓസിലോസ്കോപ്പ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒന്ന് എക്സ്പീരിയൻസിൽ ഞാൻ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഓസിലോസ്കോപ്പൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ അത് ഉപയോഗിച്ച് ഒരുപാട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിലൂടെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ മറികടക്കാം. അതൊക്കെ നമുക്ക് പറയാം. നമ്മൾ വീഡിയോ കണ്ടാൽ ഒക്കെ മനസ്സിലാവും എങ്ങനെ ഇത് ചെയ്യണമെന്നൊക്കെ, ഓസിലോസ്കോപ്പ് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇതൊരു പഠിച്ചൊരാൾ പ്രാക്ടിക്കലായിട്ട് ഈ സ്റ്റീരിയോ റിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്പീക്കറിൽ സൗണ്ട് വരണില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ ആംപ്ലിഫയർ, ഈ ലാസ്റ്റ് സെക്ഷനിൽ ഐ സിയുടെ എല്ലാ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ നിൽക്കില്ല. പകരം ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിൻ്റെ ഈ വോളിയം കൺട്രോളിൻ്റെ പിന്നിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. അപ്പോൾ ഈ സ്പീക്കറിൽ ഒരു എന്താ പറയുക, ഹമ്മിങ് എന്നുള്ള സൗണ്ട് വരില്ല, ആ സൗണ്ട് വരും. ആ സൗണ്ട് നോക്കിയിട്ടാണ് ഈ ടെക്നീഷ്യൻ പറയുക ഈ ഭാഗം ഓക്കെയാണ്. അതായത് ഈ പവർ ആംപ്ലിഫയർ, ഈ ഐ സിയും ഈ സ്പീക്കറും ഓക്കെ ആണെന്നുള്ളത് പറയുന്നത് ജസ്റ്റ് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് 99% അവർക്ക് പറയാൻ പറ്റും, എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക്, ടെക്നീഷ്യൻ. അത് കൂടുതൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഈ പാചകക്കാരൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഉപ്പ് പറയും, ഉപ്പുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ. എന്നതുപോലെ തന്നെ നന്നായിട്ട് എക്സ്പീരിയൻസ് ആയ ടെക്നീഷ്യനാണെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രൂ ഡ്രൈവർ പോലും വേണ്ട, അവന് ജസ്റ്റ് കൈയിൻ്റെ വിരലൊന്ന് വെച്ച് നോക്കിയിട്ട് പറയും ഇത് ഈ ഭാഗം ഓക്കെ ആണോ ഇല്ലയോ, ഇല്ല അടുത്ത ഭാഗം ചെക്ക് ചെയ്യണമെന്നുള്ളത്. ഇത് കഴിഞ്ഞ് അവ അടുത്ത ഭാഗത്ത് വരും, അടുത്ത ഭാഗം ഇതേപോലെ തന്നെ കൈ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഒന്ന് വെച്ച് ചെക്ക് ചെയ്യും. സ്പീക്കറിൽ കറക്റ്റ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഓക്കെ എന്ന് പറയും. ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് എവിടെയും പഠിപ്പിക്കില്ല. പക്ഷെ നമ്മൾ പോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവർ പറഞ്ഞു തരും ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്താൽ പറ്റും എന്നുള്ളത്. പക്ഷേ തിയറിക്കലായിട്ട് ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇനി അതുപോലെ ഒരു കമ്പ്യൂട്ടറോ പവർ സപ്ലൈ ആരെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് റിപ്പയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാലും ഇതുപോലെ അതിൻ്റെ ഈ ഇൻപുട്ടിൽ പ്രൈമറിയിൽ ഏകദേശം കപ്പാസിറ്ററിലൊക്കെ 300 വോൾട്ട് ഉണ്ടാവും. 300, 300, 350 വോൾട്ടൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളറിയാതെ കൈ തൊട്ടാൽ നന്നായിട്ട് ഷോക്ക് അടിക്കും. അതിൻ്റെ സെക്കൻഡറിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ വോൾട്ടേജ് ഡിസ്ചാർജ് ആയി പോവില്ല. സെക്കൻഡറി ഓക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ബൾബ് ചെക്ക് വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യുക, മൾട്ടിമീറ്റർ പ്രോബ് വെച്ചിട്ട് കുറേശ്ശെ. അപ്പോൾ ഇതൊക്കെ ടൈം എടുക്കും. അപ്പം ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾ പല കമ്പോണൻസും മാറ്റി വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ
ഈ സർക്യൂട്ട് കപ്പാസിറ്റർ ബോർഡ് ഡിസ്ചാർജ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടി എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു മാർഗ്ഗമുണ്ട്. അപ്പോൾ അത് കാണുന്ന പലർക്കും അതറിയായിരിക്കും, ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മാർഗ്ഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ അതിൻ്റെ നമ്മളെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ കയ്യിലുള്ള എന്താണോ ഇപ്പോൾ ആ കയ്യിലുള്ളത് അത് വെച്ച് നമ്മൾ തലക്കടിക്കും. കാരണം അവനത് മനസ്സിലാവും എന്തോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്. അതേസമയം കസ്റ്റമർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഡിസ്ചാർജ് ആവും. 10 മിനിറ്റ് എടുക്കേണ്ട കാര്യം നമ്മൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ടൈമിങ്ങിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യൂ. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ടി വിയും എന്താണെങ്കിലും ശരി, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കസ്റ്റമറെ കാണിക്കില്ല, നമ്മൾ അകത്തു നിന്നുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ടൈം കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യം ചെക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഈ കഥാപ്രസംഗം പോലെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തിയാൽ മതി. ഇതേപോലെ ഒരുപാട് കാര്യം നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരിക്കും. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പറയേണ്ട ചെക്കിങ് മാത്രം പറഞ്ഞാൽ മതിന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വിട്ടുകളയാം. ഇനി ലാപ്ടോപ്പിലും ഏകദേശം ഇതേപോലെ തന്നെയാണ്. ലാപ്ടോപ്പിലെ മിക്ക കമ്പോണൻസും നമ്മൾ ഇപ്പോൾ ഒരു ലാപ്ടോപ്പിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പഠിക്കാൻ പോകുന്ന ഏകദേശം ബോർഡ് ഡെൽ 1545 പോലത്തെ ഒരു ബോർഡാണെന്നുണ്ടെങ്കിൽ ആ ബോർഡിലൊക്കെ ഏകദേശം 18ഉം 20ഉം മോസ്ഫെറ്റ് ഉണ്ടാവും. ഈ 20 മോസ്ഫെറ്റും ഷോർട്ടാകാം, കംപ്ലൈൻ്റ് ആയി പോകാം. എന്നാൽ നമുക്കറിയാൻ പറ്റും ഓരോ ബോർഡിലും. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ബോർഡാണെങ്കിൽ HP 15 ഡെൽ 15 351 എന്ന ബോർഡൊക്കെ ആണെങ്കിൽ തന്നെ ആദ്യം ഷോർട്ടാക്കാൻ ചാൻസ് ഉള്ള മോസ്ഫെറ്റ് ഏതെന്ന് എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റും. അത് മനസ്സിലാവുന്നതാണ് നമുക്ക്. ഓരോ ഓരോ ലാപ്ടോപ്പിനും ഉണ്ടാവും ആദ്യമായിട്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്ന ഏതെങ്കിലും മോസ്ഫെറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോണൻസൊക്കെ. അതൊക്കെ ഓരോ ബോർഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ചാൻസ് ഈ കമ്പോണൻസ് പോകാനാണെന്നൊക്കെ. അപ്പോൾ തന്നെ ഈ മോസ്ഫെറ്റ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മോസ്ഫെറ്റാണ്. ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നതും മോസ്ഫെറ്റാണ്. അപ്പോൾ ഈ മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് മോസ്ഫെറ്റ് കൂടുതലും ഷോർട്ടാണ് ചെയ്യാറ്. അപ്പോൾ മോസ്ഫെറ്റിൻ്റെ ഗെയിനും ഡ്രെയിനും സോഴ്സും ഇത് രണ്ടും കൂടെ ഷോർട്ടാണ് ചെയ്യാറ്. ചെക്ക് ചെയ്യാൻ ഇതാ മൾട്ടിമീറ്റർ വെക്കുക. ഇത് ഒരു മോസ്ഫെറ്റാണ്. ഈ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനും സോഴ്സും ഇത് വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന ടൈപ്പ് മോസ്ഫെറ്റ്. ആദ്യമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. മോസ്ഫെറ്റിനെ കുറിച്ച് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. നോർമലായിട്ട് വരുന്ന മോസ്ഫെറ്റ് ഇതിൻ്റെ 1 2 3 ആദ്യത്തെ 3 പിന്ന്, ഈ പോയിൻ്റുള്ള ഇവിടെ നിന്നുള്ള 3 പിന്ന് സോഴ്സ് പിന്നായിരിക്കും. 4ാമത്തെ പിന്ന് ഗേറ്റ് ആയിരിക്കും. 5 6 7 8 ഇത് ഡ്രെയിൻ ആയിരിക്കും. ഇത് തിരിച്ചും വരാം, പക്ഷേ 4ാമത്തെ പിന്ന് ഗേറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 3 പിന്നും അവസാനത്തെ മറ്റേ സൈഡിലുള്ള 4 പിന്നും, ഇതിൽ ഏതെങ്കിലും ഒരു പിന്നും ഇതിൽ ആദ്യത്തെ 3 ഏതെങ്കിലും ഒരു പിന്നും ഇത് നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് മൾട്ടിമീറ്ററിൽ ബീപ്പിലിട്ടാൽ ബസർ സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മോസ്ഫെറ്റ് ഷോർട്ടാണ്. ഇങ്ങനെയാണ് മോസ്ഫെറ്റ് കൂടുതൽ ചെക്ക് ചെയ്യേണ്ടത്. ചില മോസ്ഫെറ്റ് ഉണ്ട് സോണിയിലൊക്കെ വരുന്നത് 2 മോസ്ഫെറ്റ് പെയറായിട്ട് ഒറ്റ ചിപ്പിൽ തന്നെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയാം, ആ ഭാഗം എത്തുമ്പോൾ പറയാം. നോർമലി പല ടൈപ്പിലുള്ള മോസ്ഫെറ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അതായത് 4ാമത്തെ പിന്ന് ഗേറ്റ് ആയിരിക്കും. ഈ ഗേറ്റ് നമുക്ക് വിട്ടുകളെ ഡ്രെയിനും ഈ ഫസ്റ്റിൽ 3 പിന്നും ലാസ്റ്റിൽ 4 പിന്നും ഇത് ഷോർട്ടാണോ എന്നാണ് മോസ്ഫെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ മോസ്ഫെറ്റ് ഓപ്പൺ ആവണം, പക്ഷേ അത് വളരെ ചാൻസ് കുറവാണ്. പക്ഷേ അത് വരുന്ന ഭാഗങ്ങളുണ്ട്, അവിടെ മാത്രം ഞാനത് പറയാം. കൂടുതലായിട്ടും വരുന്നത് മോസ്ഫെറ്റ് ഷോർട്ടായി പോകാറുള്ളതാണ്. അപ്പോൾ ഈ മോസ്ഫെറ്റ് ഷോർട്ടാകുന്നത് ബോർഡിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് മോസ്ഫെറ്റാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ബോർഡിൽ ചെക്ക് ചെയ്യുമ്പോൾ പല മോസ്ഫെറ്റും ഷോർട്ട് കാണിക്കും. ഒരു മോസ്ഫെറ്റ് ഷോർട്ട് ഉണ്ടാവുള്ളൂ, പക്ഷേ കാണിക്കുമ്പോൾ പല മോസ്ഫെറ്റും ഷോർട്ടായി കാണിക്കും. അപ്പോൾ എളുപ്പത്തിനാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ആദ്യം അത് റിമൂവ് ചെയ്ത് ചെയ്യുക. പിന്നെ അതല്ലാത്ത ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അവിടേക്കുള്ള പവർ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ തന്നെ എളുപ്പം കണ്ടുപിടിക്കുക. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടാകും, ഈ ഭാഗമായിരിക്കും ആദ്യം ഷോർട്ടായി പോവുക ഈ മോഡലിന്, അങ്ങനെ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഗേറ്റ്, ഇതൊക്കെ ശരിയായിട്ടും ഗേറ്റ് ഷോർട്ടാവും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഈ മോസ്ഫെറ്റ്
ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടല്ല, ഈ ഡ്രെയിനും സോഴ്സും ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടല്ല. അത് നമ്മൾ ബോർഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, സർക്യൂട്ടിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് കാണിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗേറ്റ് ഷോർട്ടായിട്ടുണ്ടാവും. ഇതിൻ്റെ ഗേറ്റ് വരുന്നത് ഈ IC ഡ്രൈവ് ചെയ്യുന്ന ICയിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ പിന്നും ഇതും കൂടെ ഷോർട്ടാവുന്നതോടുകൂടി സർക്യൂട്ട് ഷോർട്ടാവും. അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷോർട്ട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രെയിനും സോഴ്സും ഈ 2 പിന്നും തമ്മിൽ ഷോർട്ട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഗേറ്റും കൂടെ ചെക്ക് ചെയ്യുക. ഈ ഗേറ്റിൻ്റെ പിന്നും 4ാമത്തെ പിന്നും കൂടെ ചെക്ക് ചെയ്യാം, ഷോർട്ടാകുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഗേറ്റ് ഏതെങ്കിലും ഒരു പിന്നുമായിട്ട് ഡ്രെയിനായിട്ടോ അല്ലെങ്കിൽ സോഴ്സോ ഏതെങ്കിലും പിന്നെ ഈ ഗേറ്റ് ഡ്രെയിന് സോഴ്സ് എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മോസ്ഫെറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞാണ്. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത് ആദ്യത്തെ ഈ 3 പിന്ന് അത് സെയിം പിന്നാണ്, ലാസ്റ്റ് 4 പിന്നും അതും ഇതും തമ്മിൽ ഇങ്ങനെയാണ് ഷോർട്ട് ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ അതിൻ്റെ ഡ്രെയിന് സോഴ്സ് ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇത് മാത്രം ചെക്ക് ചെയ്താൽ ഇങ്ങനെ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഷോർട്ട് ഉണ്ടെങ്കിൽ ബീപ്പ് സൗണ്ട് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവില്ല. പറ്റുന്നുണ്ടെങ്കിൽ അത് സൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗേറ്റ് കൂടെ ചെക്ക് ചെയ്യുക. ഗേറ്റും ഈ പിന്നും ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഷോർട്ട്, ഗേറ്റ് മാത്രമായിരിക്കും ഷോർട്ട്. അങ്ങനെ ഷോർട്ട് വരാറുണ്ട്. അങ്ങനെ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഷോർട്ട് വരാറുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് മോസ്ഫെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ഉള്ളത് മോസ്ഫെറ്റ് ആയിരിക്കും. മദർ ബോർഡിൽ പല ടൈപ്പിലുള്ള മോസ്ഫെറ്റ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോന്ന് അതൊക്കെ മോസ്ഫെറ്റാണ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം ഒന്നാണ്, അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന നമ്പർ ഉണ്ടാവും. അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങളിങ്ങനെ ഓരോ ബോർഡ് ചെയ്യുന്തോറും മനസ്സിലാക്കിയെടുക്കുക. എനിക്കറിയാവുന്ന ഞാൻ പറയും, അല്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക ഓരോന്ന്. ഇത് ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് മോസ്ഫെറ്റാണ്, ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒക്കെ നമ്മൾ പറയും A to Z. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിൽ ഓരോ ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലുള്ള ചാർജിങ്, പിന്നെ റാം, CPU, ഹാർഡ് ഡിസ്ക്, ഇതിൻ്റെ ഒക്കെ അകത്ത് കൂടെ ഡാറ്റ ആണ് ട്രാൻസ്ഫർ ചെയ്യണത്. റാമാണെങ്കിലും ഹാർഡ് ഡിസ്ക് ആണെങ്കിലൊക്കെ നമ്മളെ ഫോട്ടോയും വീഡിയോയും പാട്ടും ഒക്കെ ഡാറ്റയാണ്. അത് ഡ്രൈവ് ചെയ്യാന്നുള്ളതിനൊക്കെ ഈ ICയുടെ ഒക്കെ പണി. എന്നാൽ ഇതിൻ്റെ ഒക്കെ പുറത്ത് നിൽക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ റാം വർക്ക് ചെയ്യുന്നത് ചിപ്പ് സെറ്റിൽ PCHലോ ICHലൊക്കെ ആയിരിക്കും, അതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ CPU. ഇതിനൊക്കെ വർക്ക് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് കൊടുക്കുന്നത് ഇതിൻ്റെ പുറത്തൊന്നു കൊണ്ടാണ്. ഈ ഒരു പറയുന്ന ഡാറ്റ സ്ട്രക്ചറിന് പുറത്ത് വർക്കിംഗ് യഥാർത്ഥത്തിൽ CPU ചെയ്യുന്നത് നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ മ്യൂസിക് ഇതൊക്കെ പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക, എന്തായിക്കോട്ടെ, കാൽക്കുലേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നൊരു ഭാഗം ഉണ്ടെങ്കിലും ആ ഭാഗത്തിന് ആവശ്യമായ പവറാണ് ലാപ്ടോപ്പിൻ്റെ മിക്ക ഭാഗത്തും കൊടുക്കുന്നത്. ഈ ലാപ്ടോപ്പിൽ കംപ്ലൈൻ്റ് ആകുന്നതും ഈ പവറിൻ്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ. ഒരു 80-85% പവറാണ് കംപ്ലൈൻ്റ് ആകുന്നത്. അതല്ലാതെ ആ ഡാറ്റയുടെ CPU കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ CPU ചേഞ്ച് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. റാം കംപ്ലൈൻ്റ് ആയാൽ റാം ചേഞ്ച് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ആ റാമിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ഉണ്ട്, ആ വോൾട്ടേജാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതും അതാണ് കംപ്ലൈൻ്റ് ആറുള്ളതും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മദർ ബോർഡ് സർവീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അത് ഡയറക്റ്റ് ഫാക്ടറിയിലേക്ക് തിരിച്ചേക്കെന്ന് പറഞ്ഞു. അവർക്ക് ചെയ്യാനുള്ളതും ഇതിൻ്റെ കൂടെ ഒരുപാട് മദർ ബോർഡിൽ വരുന്നുണ്ട്. ഡീബഗ് എന്ന് പറഞ്ഞിട്ടൊരു കണക്ടർ, ഒരു പോർട്ട് കാണും എവിടെയെങ്കിലുമൊക്കെ. അത് അവരെ കയ്യിൽ, മാനുഫാക്ചർ ആരാണോ, ഡെല്ലാണെങ്കിൽ ഡെല്ല്, തോഷിബ ആണെങ്കിൽ അവരുടെ കയ്യിൽ ആ ഡീബഗ് ബോർഡ് ഉണ്ടാവും. അത് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് അവർക്ക് കിട്ടുന്നത് ഓരോ വോൾട്ടേജാണ്. 5 വോൾട്ട് അവൈലബിൾ ആണോ, 3 വോൾട്ട് അവൈലബിൾ ആണോ, 1.8 വോൾട്ട് അവൈലബിൾ ആണോ, ഈ വോൾട്ടേജാണ് അവർ ചെക്ക് ചെയ്യുന്നത്. കൂടാതെ പിന്നെ അവർ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ IO കൺട്രോളറിന് വരുന്ന കുറച്ച് കമാൻഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ വോൾട്ടേജ് സ്റ്റാർട്ടിങ്ങുള്ള പവർ ജാക്ക് മുതൽ ഏറ്റവും ലാസ്റ്റ് ഡിസ്പ്ലേക്ക് വരുന്ന വോൾട്ട്, ക്യാമറയുടെ വോൾട്ട്, USB വർക്ക് ചെയ്യാതിരിക്കും വോൾട്ടേജ് വരാത്തതുകൊണ്ട്.
USB വർക്ക് ചെയ്യാതിരിക്കും. അങ്ങനെയുള്ള എല്ലാ വോൾട്ടേജും നമ്മൾ ചെക്ക് ചെയ്യും. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ള ഏറ്റവും ചെറിയ വോൾട്ടേജ് വരെ നമ്മൾ ചെക്ക് ചെയ്യും. ഈ ഡാറ്റയുടെ കാര്യത്തിൽ കൂടുതൽ കംപ്ലയിൻറ്റ് വരാറില്ല. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിഗ്നൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് സാധാരണ അല്ലാത്ത എന്തെങ്കിലും സിഗ്നലിൽ വരുന്ന വ്യത്യാസം, അതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അത് അവർ ചെയ്യുന്നത്, അവർക്ക് കമാൻഡ് ഉണ്ടാവും, ഡീബഗ് ബോർഡ് ഉണ്ടാവും. അത് മാനുഫാക്ചറാണ്, അവർക്ക് അറിയാൻ പറ്റും. അതല്ലാത്തൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ അത് മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് എന്താ കംപ്ലയിൻ്റ് ഉള്ളത്. സാധാരണ അല്ലാത്ത എന്തെങ്കിലും സിഗ്നലിൽ വരണം. ഇപ്പോൾ ബയോസ് കംപ്ലയിൻറ്റ് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു നോർമൽ വർക്കിംഗ് ഉണ്ട്. ആ നോർമൽ വർക്കിംഗ് ആയിരിക്കില്ല ബയോസിൻ്റെ അകത്തുള്ള ഡാറ്റ കറക്റ്റ് ആയി കഴിഞ്ഞാൽ. അതാണ് നമ്മൾ ഓസിലോസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്യുന്നത്. അതല്ലാതെ അതിനകത്തുള്ള ഓരോ ഡാറ്റയും റീഡ് ചെയ്യണമെന്നില്ല. അത് മനസ്സിലാക്കിയിട്ടല്ല. അതിൻ്റെ നോർമൽ ഒരു വർക്കിംഗ് ഉണ്ട്. അതല്ലാത്തൊരു വർക്കിംഗ് ആണ് നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബയോസ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ബയോസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. വോൾട്ടേജ് ലെവൽ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഓരോ ഭാഗത്തിൻ്റെയും. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തിനെ പറ്റി ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയാം. ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ IO കൺട്രോളറിന് പവർ ബട്ടണൊക്കെ പ്രസ് ചെയ്യുമ്പോൾ, ആദ്യം ഇതൊരു ഈ 3 വോൾട്ട് 5 വോൾട്ട് സെക്ഷൻ ആണെന്നെങ്കിൽ, ഇതാണ് നമ്മളെ 3 വോൾട്ട് 5 വോൾട്ട് സെക്ഷൻ എന്നുണ്ടെങ്കിൽ, ഈ ICക്ക് ഒരു പിന്നുണ്ട്, ഈ ഒരു പിന്ന് ഇനേബിൾ. ഈ ഇനേബിൾ എന്നുള്ള പിന്നിനോട് ഈ IO കൺട്രോളർ അല്ലെങ്കിൽ PCH ഒക്കെ പറയും ഇത് ഇനേബിൾ ആക്കാൻ. അതിലേക്കൊരു വോൾട്ടേജ് കൊടുക്കും. അത് ഇനേബിൾ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ 3 വോൾട്ടോ 5 വോൾട്ടോ 1.8 വോൾട്ടോ ഒക്കെ വരും. അപ്പോൾ ഈ വോൾട്ടേജ് ഉണ്ടാക്കുക, 3 വോൾട്ട് 5 വോൾട്ട് 1.8 വോൾട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ TPS ഇതുപോലത്തെ ICയുടെ പണിയാണ്. അപ്പോൾ പണി ചെയ്യുമെന്ന് പറയുന്നത് ഈ IO കൺട്രോളർ ആയിരിക്കും, അല്ലെങ്കിൽ PCH ആയിരിക്കും. ഇനി ഈ പണി ഇയാൾ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വന്നിട്ടല്ല. ഈ ഔട്ട്പുട്ടിൽ വന്നിട്ട് 3 വോൾട്ട് ഉണ്ടോ 5 വോൾട്ട് ഉണ്ടോ നോക്കിയിട്ടല്ല ഈ IO അല്ലെങ്കിൽ PCH ചെക്ക് ചെയ്യണത് ഇയാൾ പണി ചെയ്യുന്നുണ്ടോ. ഈ ICക്കൊരു പവർ ഓക്കെ പിൻ അല്ലെങ്കിൽ ഓക്കെ പിൻ ഉണ്ടാവും. അതായത് എൻ്റെ പണി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റാറ്റസാണ് ഈ പിന്നിൽ. ഈ പിന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ IO കൺട്രോൾ അല്ലെങ്കിൽ PCH ഒക്കെ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഭാഗം വർക്കിംഗ് ആണോ ഇല്ല എന്നുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഈ ഭാഗം വർക്കിംഗ് അല്ല, ഈ പാർട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ ICയുടെ ഈ പിന്നിൽ ആ സ്റ്റാറ്റസ് ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നും കൂടെ കാണിക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ്, ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അടുത്ത സെക്ഷൻ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഭാഗം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും സെയിം ഇതേപോലെ തന്നെ IO കൺട്രോളിന് മനസ്സിലാവും. ഇപ്പോൾ എന്തെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും അറിയാതെ തട്ട് എന്തെങ്കിലും ചെയ്തിട്ട് IO കൺട്രോളിന് മനസ്സിലാവും ഈ ഭാഗം വർക്ക് ചെയ്യണില്ല. സെയിം ടൈം തന്നെ എല്ലാ ഭാഗവും ഓഫ് ചെയ്യും. ഏതെങ്കിലും ഒരു ഭാഗമല്ല, എല്ലാ ഭാഗവും ഓഫ് ചെയ്യും. ലാപ്ടോപ്പിൻ്റെ എല്ലാ ഭാഗവും ഓഫ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ തുടങ്ങും. ഓരോ ഭാഗം ചെക്ക് ചെയ്തിട്ട് ഈ ഭാഗം ഓക്കെ ആണെങ്കിൽ അടുത്ത വോൾട്ടേജ് ഓപ്പൺ ചെയ്യും, അത് ഓക്കെ ആണെങ്കിൽ അടുത്ത വോൾട്ടേജ് ഓപ്പൺ ചെയ്യും. ഇങ്ങനെയാണ് ലാപ്ടോപ്പ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡാറ്റ വരുന്നത്. എല്ലാ വോൾട്ടേജും, റാമിന് വോൾട്ടേജ് വരും, അത് കഴിഞ്ഞ് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ വോൾട്ടേജ് വന്ന് ഏറ്റവും ലാസ്റ്റാണ് CPU വോൾട്ടേജ് വരുന്നത്. CPU വോൾട്ടേജ് വന്നതിന് ശേഷമാണ് ഏറ്റവും ലാസ്റ്റ് CPU വോൾട്ടേജ് വരുന്നത്. CPU വോൾട്ടേജ് വന്ന് ബയോസൊക്കെ റീഡ് ചെയ്തൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഡിസ്പ്ലേ എടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ചെക്ക് ചെയ്യുന്നത് A to Z വോൾട്ടേജിൻ്റെ കാര്യങ്ങളായിരിക്കും. ഡാറ്റയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇതുപോലുള്ള സാധാരണ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ, അതായത് വോൾട്ടേജിൽ നിന്ന് കണ്ടെത്താൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഡാറ്റ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ഒക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. ഓക്കെ, ഇന്നിപ്പോൾ കഥാപ്രസംഗമായി പോയി. അപ്പോൾ ആദ്യം മോസ്ഫെറ്റ്, നമ്മളിനി ബാക്കി വീഡിയോയിലേക്ക് വരാം. മോസ്ഫെറ്റ് ചെക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ആ ഓരോ ഭാഗം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം വേണമെന്നുണ്ടെങ്കിൽ മോസ്ഫെറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെ. ഒരു ഒറ്റ പാർട്ടായിട്ട് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് പാർട്ട് മോസ്ഫെറ്റ് ചെക്ക് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും, ഒന്ന് താല്പര്യമുള്ളവർ. അപ്പോൾ മോസ്ഫെറ്റ് ചെക്ക് ചെയ്യാമെന്ന് മാത്രം ഒരു വീഡിയോ പ്രാക്ടിക്കലായിട്ട് ഞാനത് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്.
അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മോസ്ഫെറ്റ് ചെക്ക് എന്നുള്ളത്. അടുത്ത ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ ഇതൊക്കെ കപ്പാസിറ്ററാണ്, ഈ വലുതും ചെറുതും. അതുകൂടാതെ ഏറ്റവും ലാസ്റ്റ് CPU-ൻ്റെ അടുത്ത് വരുന്ന ഈ കപ്പാസിറ്റർ അടക്കം. ഇതിൽ ചില കപ്പാസിറ്റർ ഈ CPU-ൻ്റെ ഭാഗത്ത് വരുന്നതൊക്കെ ലീക്കേജ് ആയിട്ടൊക്കെ കംപ്ലൈൻ്റ് ആകാറുണ്ട്. ഓക്കെ, അത് ഇന്ന കംപ്ലൈൻറ്റ് വരുമ്പോൾ മനസ്സിലാക്കുക, ഞാൻ പറയാം. നോർമലായിട്ട് വരുന്നത് ഈ കപ്പാസിറ്ററൊക്കെ ഷോർട്ടായി പോകാൻ. ഈ കപ്പാസിറ്ററൊന്നും പുറത്ത് വാല്യൂ ഉണ്ടാവില്ല, മിക്ക കപ്പാസിറ്ററും വാല്യൂ ഉണ്ടാവില്ല. പക്ഷേ ആ ആവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും പിന്നെ ഇത്ര വാല്യൂ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ലാപ്ടോപ്പിൽ വാല്യൂ എടുത്തിടാം, ഇല്ലെങ്കിൽ സ്കീമാറ്റിക്കും വായിക്കാം. അപ്പോൾ വാല്യൂ ഇല്ല എന്നതുകൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഡ്രൈവ് ചെയ്ത് വരുന്ന വോൾട്ടേജിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ ഏത് വേണമെങ്കിലും ഷോർട്ടാകാം. ഇതൊന്നും ലീക്കേജ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ CPU-യുടെ അടുത്ത് നിൽക്കുന്ന കപ്പാസിറ്റർ അല്ലാത്ത വേറെ ഒരു കപ്പാസിറ്ററും ലീക്കേജ് ആകാനുള്ള ചാൻസ് തീരെയില്ല. നല്ല കമ്പൗണ്ട്സ് ആയിരിക്കും ഒക്കെ. ഇതൊക്കെ ഷോർട്ടാകാം, ഏത് കമ്പൗണ്ട്സ് വേണമെങ്കിലും ഷോർട്ടാകും. ഈ ഉള്ള ഇത്രയും കമ്പൗണ്ട്സ് കപ്പാസിറ്റർ ഉണ്ട്, ഇതിലൊക്കെ ഏത് വേണമെങ്കിലും ഷോർട്ടാകാം. അപ്പോൾ ഇതും എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ പറയാം. ഏതാണ് ഷോർട്ട് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഓരോ മാർഗ്ഗങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം ഏത് കപ്പാസിറ്റർ ഷോർട്ട്. എല്ലാം തന്നെ ഒരിക്കലും ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ബോർഡിൽ 40-50 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 40 കപ്പാസിറ്ററും ഷോർട്ടായിട്ട് കാണിക്കൽ ഒരിക്കലും അറിയാൻ പറ്റില്ല ഏത് കപ്പാസിറ്ററില്ല. അപ്പോൾ അതിനൊക്കെ ഓരോ മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗം ഉപയോഗിച്ചിട്ട് ആ ഒരൊറ്റ കപ്പാസിറ്റർ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതറിഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തിയറിക്കലായിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എല്ലാ കപ്പാസിറ്ററും റിമൂവ് ചെയ്യണം, അതൊക്കെ തിരിച്ചു വെക്കണം. അപ്പോൾ ബോർഡും വൃത്തികേടാവും. അതല്ലാത്ത മാർഗ്ഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കമ്പൗണ്ട്സാണ് ഷോർട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ കപ്പാസിറ്റർ എങ്ങനെയാണ് വർക്കിംഗ് ആണോ ഇല്ലയെന്ന് മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും കപ്പാസിറ്റർ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുക, എടുക്കുക, റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഇതാ മൾട്ടിമീറ്റർ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ മോസ്ഫെറ്റ് ചെക്ക് ചെയ്ത് അതേപോലെ തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഷോർട്ടാണെങ്കിൽ മൾട്ടിമീറ്ററിൽ ബീപ്പ് സൗണ്ട് വരും. ഇല്ല, ബീപ്പ് സൗണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഓക്കെ. ഇത്രയേ ഉള്ളൂ. മോസ്ഫെറ്റ് ചെക്ക് ചെയ്ത് അതേപോലെ തന്നെ. അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ ലീക്കേജോ കാര്യമൊന്നും നമ്മൾ ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ മോസ്ഫെറ്റ് ചെക്ക് ചെയ്ത് അതേപോലെ തന്നെ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, റിമൂവ് ചെയ്യാം. മൾട്ടിമീറ്ററിൽ ഇത് ഷോർട്ടാണെന്ന് മാത്രം ചെക്ക് ചെയ്യാം. പിന്നെ ഈ ചെറിയ കപ്പാസിറ്റർ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട 1-2 സ്ഥലങ്ങളിൽ വരണേ. അത് ആ ഭാഗം പറയുമ്പോൾ അത് നമുക്ക് ഷോർട്ടാണെങ്കിലും മനസ്സിലാവില്ല. അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് നോക്കേണ്ടി വേണ്ടി വരും. വാല്യൂ ഒന്നും ഇപ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിലൊന്നും കറക്റ്റായിട്ട് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വളരെ ചെറിയ വാല്യൂ മാത്രമേ അതിലടക്കാൻ പറ്റൂ. പിന്നെ ഉപയോഗിക്കുന്നത് സ്മാർട്ട് യൂസർ പോലത്തുള്ള ടൂൾസൊക്കെ അവൈലബിൾ ആണെന്ന് വാല്യൂ ചെക്ക് ചെയ്യണം. പക്ഷേ വാല്യൂ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് മാക്സിമം ടൂൾസ് എക്സ്ട്രാ വാങ്ങിക്കാതെ ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഷോർട്ടാണോ ഇല്ലയെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അതല്ലാത്ത ഭാഗങ്ങൾ ഞാൻ പറയാം, ഇന്ന ഭാഗങ്ങളിൽ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൻ്റെ കാര്യം പറഞ്ഞു, മോസ്ഫെറ്റ് പറഞ്ഞു. പിന്നെ വരുന്നത് കാര്യമായിട്ട് വരുന്ന ഒരു ഭാഗം റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാം. അതിൻ്റെ മേലെ കോഡുള്ളത്, നമ്പറുള്ളത് ആ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതറിയാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്നും കട്ടായി പോകാറൊന്നുമില്ല, കുറഞ്ഞൊന്നും പോകാറില്ല. റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അതിൻ്റെ താഴെയുള്ള ഈ ഒരു ലെഗ് ആ പിന്ന് ഡ്രൈ ആയിട്ട് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ അതും എല്ലാ ഭാഗങ്ങളിലും വരില്ല, വളരെ റെയറായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട സൗണ്ട് ഐസിയുടെ അടുത്ത്, ചാർജിങ് ഐസിയുടെ ഭാഗങ്ങളിൽ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് റെസിസ്റ്റർ കാർഡിലെ കംപ്ലൈൻറ്റ്. പിന്നെ അതുപോലെ സ്വിച്ചിങ് ഉണ്ട്, 5 വോൾട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഓണായി വരുന്ന ഓരോ ഭാഗം ഓണായി വരുമ്പോൾ അത് സ്വിച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഡയറക്റ്റ് 19 വോൾട്ട് ഹൈ വോൾട്ടൊക്കെ എടുക്കുന്നതാണ്. ആ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വാട്ടർ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ആവുന്ന ഒരു കമ്പൗണ്ട്സാണ് റെസിസ്റ്റർ. അപ്പോൾ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ എന്ത് ചെയ്യുക, ഇതിപ്പോൾ നമ്പറുണ്ട്, ഈ വാല്യൂ
ഇത് ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിൽ ഇതിൽ വാല്യൂ കാണിക്കും, കറക്റ്റായിട്ട് എത്ര വാല്യൂ ആ വാല്യൂ കാണിക്കും. വാല്യൂ കുറയാറോ കൂടാറോ അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും റെസിസ്റ്ററിൽ കാര്യമായിട്ട് വരാറുള്ളത് റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി പോകാനുള്ളതാണ്. അത് ഇന്ന ഭാഗങ്ങളിൽ മാത്രമാണ്, ഓരോ ഭാഗങ്ങളിൽ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ റെസിസ്റ്ററിൻ്റെ കാര്യം ആ ഭാഗം വെച്ച് വരുമ്പോൾ പറയാം. അതല്ലാതെ റെസിസ്റ്റർ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, റെസിസ്റ്റർ ഷോർട്ട് ആവില്ല, റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറഞ്ഞു ഹൈ ആയി പോകാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ കാര്യം കഴിഞ്ഞു. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇൻഡക്ടർ അല്ലെങ്കിൽ കോയിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് കംപ്ലൈൻ്റ് ആകാറുണ്ട്. പിന്നെ കോയിൽ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. കോയിൽ റെസിസ്റ്റർ ചെക്ക് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് 2 സൈഡും ചെക്ക് ചെയ്ത് ഷോർട്ടാണെങ്കിലാണ് ഇൻഡക്ടർ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഷോർട്ടാകുന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ സി പിയുടെ വരുന്ന ചില ഭാഗങ്ങളിൽ ഷോർട്ടാകാറുണ്ട്, അകത്ത് ഷോർട്ടാകാറുണ്ട്. 2 കോയിലൊക്കെ വരുന്നത് ഷോർട്ടാകാൻ പാടില്ല, അത് ഷോർട്ടാകാറുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണത് എങ്ങനെയാണ്, നമുക്ക് ആ ഭാഗങ്ങൾ DV1000 പോലത്തെ ബോട്ടിൽ അല്ലെങ്കിൽ 351 പോലത്തെ ബോട്ടിലൊക്കെ ഷോർട്ടാകാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് അവിടെ പറയാം. പക്ഷേ നോർമലായിട്ട് കോയിൽ ചെക്ക് ചെയ്യണത് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന കോയിൽ ഈ 19 വോൾട്ട് വരുന്ന ഭാഗങ്ങളിലാണ്. 19 വോൾട്ട് വരുന്ന ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് സാംസങ് എന്ന ലാപ്ടോപ്പിൻ്റെ മെയിൻ കംപ്ലൈൻറ്റിലൊന്ന്, നോ പവറായിട്ട് വരുന്ന കംപ്ലൈൻറ്റിലൊന്ന് ഈ കോയിൽ കംപ്ലൈൻ്റ് ആയി പോകാറുള്ള കംപ്ലൈൻറ്റ് പോകാൻ അതിൻ്റെ പിന്നെ അടിച്ച് ഈ കോയിലിൽ നിന്ന് വിട്ടു പോകാന്നുള്ളതാണ്. നമുക്ക് ബോർഡിൽ നോക്കിയാൽ ശരിക്കും മനസ്സിലാവില്ല, ബോർഡിൽ അങ്ങനെ കറക്റ്റായിട്ടിരിക്കും, എന്നാൽ അത് വിട്ടു പോയിട്ടുണ്ടാവും. ഇത് കറക്റ്റായിട്ട് ബോർഡിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നന്നായിട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇന്ന ബോർഡിൽ വരുന്ന കംപ്ലൈൻറ്റ്, ഇതാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഇതാ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസിൽ ഒരാൾക്ക് ജസ്റ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടോ ബോർഡ് റെഡിയാക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഇങ്ങനെയാണ്. കാരണം ആ ബോർഡ് വന്നാൽ അറിയാൻ പറ്റും ഇതിനുള്ള കംപ്ലൈൻറ്റ് ഇന്ന കംപ്ലൈൻറ്റാണ്. ഇതാ ഈ കോയിൽ പോയിട്ടുണ്ടാവും, ജസ്റ്റ് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇന്ന കോയിൽ പോയി. എൻ്റെ അടുത്ത് കാണിക്കാൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്, ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ആണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബോർഡ് കാണിച്ചു തരാം. ഈ കോയിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് സാംസങ് ആണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഡെല്ലിലും ഇതേപോലെ തന്നെ ഡെൽ XPSൽ ഒക്കെ ഈ കോയിൽ കംപ്ലൈൻറ്റ് നല്ല കംപ്ലൈൻ്റാണ്, സ്ഥിരമായിട്ട് വരുന്ന കംപ്ലൈൻ്റാണ്. ഓക്കെ, അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ് കോയിൽ കംപ്ലൈൻ്റ് ആയി പോകണമെന്നുള്ളതും. കോയിൽ ചെക്ക് ചെയ്യേണ്ട ഭാഗം മാത്രം ഇപ്പോൾ പറഞ്ഞത്. കോയിലിൻ്റെ 2 സൈഡും മൾട്ടിമീറ്ററിൻ്റെ ഈ ബൾത്തട്ടിലിട്ടിട്ട് ചെക്ക് ചെയ്യുക. ബീപ്പ് ഓക്കെ എന്നുണ്ടെങ്കിൽ കോയിൽ വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ കോയിൽ വർക്കിംഗ് അല്ല, കോയിൽ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം ഈ വലിയ പല ടൈപ്പുള്ള കോയിലുണ്ട്. അപ്പോൾ എല്ലാ കോയിലും കംപ്ലൈൻ്റ് ആണെന്നില്ല. ഓക്കെ, കംപ്ലൈൻ്റ് ആണുള്ള ചാൻസ് ചില കോയിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇൻഡക്ടർ സ്ഥിരമായിട്ട് കംപ്ലൈൻ്റ് ആയി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഡെല്ല് 6400 പോലത്തെ ലാപ്ടോപ്പിലൊക്കെ തോഷിബ 800, തോഷിബ M70 ഇതുപോലുള്ള ലാപ്ടോപ്പിലൊക്കെ സ്ഥിരമായിട്ടാണ് അത് ഇൻഡക്ടർ കംപ്ലൈൻ്റ് ആയി പോകുന്നത് കോയിൽ. അപ്പോൾ അതൊക്കെ ആ ബോർഡിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട രീതി, അതല്ലാത്ത കോയിൽ ഇതുപോലുള്ള ചെറിയ കോയിലൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ജസ്റ്റ് 2 സൈഡ് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തിട്ട് ബീപ്പ് ഓക്കെ എന്നുണ്ടെങ്കിൽ കോയിൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതല്ലാത്ത കോയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പുള്ള ഡ്യുവൽ ഇത് വരുന്നത്. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് വേറെ രീതിയിൽ. അപ്പോൾ കോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ നോർമലായിട്ട് വരുന്ന കുറച്ച് കമ്പോണൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയുന്നത് മോസ്ഫെറ്റ് ഒക്കെ ചെറിയ വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. ഇത് വലിയ വീഡിയോ ആയി പോയി. പിന്നെ ചെറിയ കമ്പോണൻസ് ഇതാണ് ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഡയോഡ്, ചെറിയ റെഗുലേറ്റർ ഉണ്ട്. 3 വോൾട്ട് വരുന്ന റെഗുലേറ്റർ, ഡയറക്റ്റ് 90 വോൾട്ട് 5 വോൾട്ടിനൊക്കെ 3 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ചെറിയ റെഗുലേറ്ററൊക്കെ ഉണ്ട്, റെഗുലേറ്റർ IC ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ ഭാഗങ്ങളൊക്കെ ആ ഭാഗങ്ങൾ വരുമ്പോൾ പറയായിരിക്കും നല്ലത്, ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇല്ലാതെ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വലിയ വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.